അധികമായ അഭിഷേകം. ടീം ഷെക്കേന ഈ പുതുവർഷത്തോട് ബന്ധപ്പെട്ട് ഷെക്കേന ന്യൂസിന്റെ പ്രേക്ഷകർക്ക് കർത്താവിൻ്റെ പ്രിയ ജനത്തിന് വേണ്ടി ഒരുക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് പകരുന്ന അധികമായ അഭിഷേകത്തിന് വേണ്ടി അടങ്ങാത്ത ദാഹത്തോടെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. മഹാമാരിയുടെ ഈ നാളുകളിലും ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ, ദേശാന്തരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ശക്തമായി വീശുകയാണ്. എവിടെയെല്ലാം ആത്മാവിൻ്റെ കാറ്റ് വീശുന്നുണ്ടോ അവിടെയെല്ലാം അതിശക്തമായ പ്രവചന തരംഗമുണ്ടാവുകയാണ്. ഈ വേവ്സ് ആണ് എൻ്റെ സഹോദരങ്ങളെ, ജനങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നത്. ഈ അഭിഷേകത്തിന്റെ തരംഗമാണ് അനേകം ആയിരങ്ങൾക്ക് ഡെലിവറൻസുകൾ നൽകുന്നത്. ഈ അഭിഷേക പ്രവാഹമാണ് ജനതകളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ യേശു ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന അധികമായ അഭിഷേകത്തിന് വേണ്ടി ദാഹത്തോടെ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിച്ച് 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 സ്വർഗം തരുന്ന ഈ നവമായ അഭിഷേകത്തിന് വേണ്ടി ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും. 23-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ ദൈവത്തിന്റെ അരൂപി നമ്മോട് സംസാരിക്കുകയാണ്. സങ്കീർത്തകനായ ദാവീദ് തന്റെ അനുഭവം നമ്മോട് പങ്കുവെക്കുകയാണ്. എന്റെ ദൈവം എന്റെ ശിരസ് തൈലം കൊണ്ട് പൂശി, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കവിഞ്ഞൊഴുകുന്ന അഭിഷേകത്തിലേക്ക്, നിറഞ്ഞൊഴുകുന്ന കൃപയിലേക്കാണ് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോർ പവർ, മോർ അനോയിന്റിംഗ്, കൂടുതലായ ശക്തി, കൂടുതലായ അഭിഷേകം. ഈ നിറഞ്ഞൊഴുകുന്ന അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:2 കർത്താവിന്റെ തിരുവെടുത്ത് പറയുകയാണ്. എന്താ വചനം പഠിപ്പിക്കുന്നത്? പെട്ടെന്ന് കൊടുങ്കാറ്റിന്റെ പോലെയുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. വീട് മുഴുവൻ നിറയുകയാണ്. കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം സിയോൻ മാളികയിലേക്ക് ഇറങ്ങി വരികയാണ്. കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ അത്ഭുത ശക്തിയായി, കൃപയായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരികയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് നൽകുന്ന നവമായ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ വ്യാപരിക്കുക. അത് വലിയൊരു പ്രവാഹം പോലെ ഒഴുകപ്പെടുവാൻ നമ്മൾ ഇരു കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിക്കുകയാണ്. ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതങ്ങൾ ആത്മാവിനാൽ ചൂട് പിടിക്കട്ടെ. വെളിപാട് പുസ്തകം 1-2 അധ്യായങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുന്ന സമയമാണ്. കുടുംബങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. യുവജനങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. നമ്മോട് ഓരോരുത്തരും സംസാരിക്കുന്ന സമയമാണ്. ആത്മാവിന്റെ ശബ്ദത്താൽ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, അഭിഷേകത്താൽ പൂരിതമാകുവാൻ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ചങ്ക് തുറന്ന് ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ ദാഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച്, ഹൃദയം തുറന്ന് വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവേ, അഭിഷേകമായി, കൃപയായി, ശക്തിയായി, പ്രവചനമായി, വെളിപാടുകളായി, ജ്ഞാനമായി, അറിവായി, ആലോചനയായി, ആയിരങ്ങളിൽ 10,000 പരിശുദ്ധാത്മാവേ നിറയണമേ, നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവ് തരുന്ന ഈ നവമായ അഭിഷേകത്തിന് വേണ്ടി, അധികമായ അഭിഷേകത്തിനായി നമുക്ക് ഒരുമിച്ച് കരഘോഷത്തോടെ പാടി പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പെന്തക്കുസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനം ഉണർന്ന് വേല ചെയ്യുവാൻ. കുടുംബങ്ങളിലേക്ക് വരണമേ, ദേശങ്ങളിലേക്ക് വരണമേ, ലോകരാജ്യങ്ങളിലേക്ക് വരണമേ. അഭിഷേക തരംഗമായി, പ്രവചന കാറ്റായി, വചന പെരുമഴയായി പതിനായിരങ്ങളിൽ പെയ്തിറങ്ങണമേ. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവരാജ്യം പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവരാജ്യം പണിയാം. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ പകരണമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യനാളിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക, പുതുഭാഷകളിൽ പ്രാർത്ഥിക്കുക. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, അഭിഷേകം വെളിപ്പെടും. തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചികാധിപത്യങ്ങള്, നാരകീയ ബന്ധനങ്ങള്, അഭിഷേക തീ, ആത്മാവിന്റെ തീ സാന്നിധ്യത്താൽ, സഭയുടെ സാന്നിധ്യത്താൽ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. ആയിരങ്ങളിലേക്ക് അഭിഷേക തീ പടരട്ടെ. പതിനായിരങ്ങൾ ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. Fill Holy Spirit. Hallelujah, 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 hallelujah. Shiala baba baba. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം ചങ്ക് തുറന്ന് ഒരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധ അമ്മ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടിയെ, അമ്മയുടെ വിമല ഹൃദയത്തിന് ശക്തമായേറിയ മധ്യസ്ഥത ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അധികമായ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സൗസേ പിതാവേ, കർത്താവിന്റെ സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ ആലോചനകൾക്കായി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന സമയമാണിത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കൃപയുടെ മണിക്കൂറുകളാണിത്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് തീ സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിന്റെ നിമിഷമാണിത്.
ഹൃദയം തുറന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ 2 ദിനങ്ങളിൽ കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. അധികമായ അഭിഷേകത്തിൽ ഈ കാലഘട്ടത്തിലെ ദൈവജനം നിറയപ്പെടേണ്ടതിന് ആവശ്യകത കർത്താവിന്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ അരൂപി നമുക്ക് തരുന്ന ആലോചന അഭിഷേകത്തിന്റെ റിസൾട്ട്സ് ആണ്, ഫലങ്ങളെ കുറിച്ചാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ അധികമായ അഭിഷേകത്താൽ നിറയപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് സഭയിലും ലോകത്തിലും വെളിപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വചനത്തിൽ വളരെ മനോഹരമായൊരു വചനമാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച്. അവിടെ ദൈവത്തിന് തിരുവെടുത്ത് പറയുകയാണ്, യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തപസ്സിരുന്ന് പരിശുദ്ധാത്മാവിന്റെ അധികമായ അഭിഷേകം പ്രാപിച്ച് പരസ്യ ശുശ്രൂഷയ്ക്കായി നമ്മുടെ കർത്താവ് മുന്നോട്ട് വരികയാണ്. ദൈവത്തിന്റെ തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ അധികമായ ബലത്തോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അധികമായ അഭിഷേകം. വീണ്ടും 84-ാം സങ്കീർത്തനം 7-ാം വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു, അനുദിനം കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോർ പവർ. പരിശുദ്ധാത്മാവിന് നമ്മെ കുറിച്ചുള്ള ആഗ്രഹം ഇതാണ് ദൈവമക്കളെ. നമ്മൾ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ അടയാളങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഈ അധികമായ അഭിഷേകത്താൽ നിറയപ്പെടുവാനാണ്, കൂടുതൽ ശക്തിയിൽ നിറയപ്പെടുവാനാണ്, കൂടുതൽ ആത്മാവിന്റെ കൃപകളാൽ ജ്വലിക്കുവാനാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. പാപം നിറഞ്ഞ വിശ്വാസരാഹിത്യവും അതുപോലെ വഴിവിട്ട ലൈംഗികമായ അരാജകത്വങ്ങളും അഹങ്കാരവും ഗർവും എല്ലാവിധ പാപത്തിന്റെ അരാജകത്വങ്ങളും ഏറ്റവും പ്രബലപ്പെട്ടിരിക്കുന്ന ഈ തലമുറയിൽ വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, പ്രാർത്ഥനയോടെ, കൃപയോടെ കർത്താവിനും സഭയ്ക്കും വേണ്ടി നമുക്ക് നിലകൊള്ളാൻ പറ്റണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, സ്വർഗം നൽകുന്ന അധികമായ അഭിഷേകം കൂടിയേ തീരൂ. ഒരു മത്സ്യത്തെ വെള്ളത്തിന് പിടിച്ച് കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ വെള്ളത്തിലല്ലാതെ ഈ മത്സ്യത്തിന് ജീവിക്കാൻ പറ്റത്തില്ല, ആ മത്സ്യം ചത്തുപോകും. ഇതുപോലെ കറപ്റ്റഡായ എല്ലാവിധ ദുഷിപ്പുകളാലും പാപത്താലും നിറയപ്പെട്ട ഈ ലോകത്തിൽ സഹോദര സഹോദരി, വിശുദ്ധിയോടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന്റെ വിശ്വസ്തതയിൽ വ്യാപരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനും അവിടുത്തെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാൽ സാത്താൻ അടിസ്ഥാനങ്ങളെ തകർക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അസംഖ്യം ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ നിന്റെ ഹൃദയത്തിൽ ആത്മഭാരമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ തരുന്ന ആലോചന എന്താ? ഞാനും നീയും ഈ അധികമായ അഭിഷേകത്താൽ നിറയപ്പെട്ടേ മതിയാകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോർ അനോയിന്റിംഗ്, കൂടുതലായ അഭിഷേകം, കൃപയ്ക്കുമേൽ കൃപ, അഭിഷേകത്തിന് മേൽ അഭിഷേകം. ഇതാണ് പരിശുദ്ധാത്മ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ റിസൾട്ട്, അധികമായ അഭിഷേകം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ റിസൾട്ട്, ഫലം എന്താണ്? സങ്കീർത്തനങ്ങൾ 92:10 മനോഹരമായ വചനം. ആദ്യ ദിനത്തിൽ തോമസ് കുമളി ബ്രദർ, കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ, ആ വചനത്തിലൂടെ നമ്മോട് ഇടപെട്ടു സംസാരിച്ചു. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ആലോചന? നിങ്ങൾ ശ്രദ്ധിക്കണമേ, വചനം എന്താണ് പറയുന്നത്? എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? കാട്ടുപോത്തിന്റെ
കൊമ്പ് പോലെ ഉയർത്തി. എല്ലാവരും പറഞ്ഞ ഉയർത്തി. ഉയർത്തി. പോരാ, അല്പൂടി സ്വരത്തിൽ പറഞ്ഞ ഉയർത്തി. ഉയർത്തി. ഒന്നും കൂടി, ഉയർത്തി. ഉയർത്തി. എപ്രകാരമാണ് കാട്ടുപോത്തിന് കൊമ്പ് പോലെ ഉയർത്തപ്പെട്ടത്? ഈ ഉയർച്ചയ്ക്ക് പുറകിൽ ദൈവം ചെയ്തൊരു പ്രവൃത്തിയുണ്ട്, പരിശുദ്ധാത്മാവ് ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. എന്താണ് ഹോളി സ്പിരിറ്റ് ചെയ്തത്? എന്റെ ദൈവം, എന്റെ കർത്താവ് എന്റെ മേൽ പുതിയ തൈലം, ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിംഗ്, ന്യൂ പവർ, പുതിയ ശക്തി, പുതിയ അഭിഷേകം, പുതിയ ഓയിൽ എന്റെ മേൽ എന്റെ ദൈവം ഒഴിച്ചപ്പോൾ ഞാൻ ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികമായ അഭിഷേകം നമുക്ക് തരുന്ന ഒന്നാമത്തെ റിസൾട്ട് എന്താണ് പ്രിയപ്പെട്ടവരെ? ആത്മീയമായ ഉയർച്ചയാണ്, സ്പിരിച്വൽ പ്രോഗ്രസ് ആണ്. ഇന്ന് അനേകരൊരു മുരടിപ്പിലാണ്. സഭയാണെങ്കിലും നമ്മളിന്ന് നോക്കിയേ, എല്ലായിടത്തും ഒരു ക്ഷയം വന്നിരിക്കുകയാണ്, ഒരു മുരടിപ്പ്, ഒരു മങ്ങിച്ച. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു വളർച്ചയില്ല. അതും കർത്താവിന്റെ മിനിസ്ട്രികളാണെങ്കിലും, കർത്താവിന്റെ ധ്യാന കേന്ദ്രങ്ങളാണെങ്കിലും, കർത്താവിന്റെ മിഷണറിമാരാണെങ്കിലും, കർത്താവിന്റെ പ്രേക്ഷിതരാണെങ്കിലും, കർത്താവിന്റെ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരാണെങ്കിലും, എവിടെയും ഒരു ജീർണത, ഒരു നിർജീവത്വം, ഒരു നിഷ്ക്രിയത്വം, ഒരു ആത്മീയ വന്ധ്യത, ഒരു മുരടിപ്പ് കാണാൻ പറ്റും. എന്താണ് ഇതിന് കാരണം? പരിശുദ്ധാത്മ വെളിച്ചം വീശുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, അതിന്റെ കാരണം ഈ അധികമായ അഭിഷേകം പ്രാപിക്കുവാൻ ഞാനും നീയും വില കൊടുക്കുന്നില്ല. ആദ്യ ദിനത്തിൽ നമ്മൾ കേട്ടില്ലേ, രക്ഷ സൗജന്യമാണ്, അഭിഷേകം വില കൊടുത്തേ മതിയാകൂ. വിലപ്പെട്ടത് നേടണമെങ്കിൽ അതിന് തക്കതായ വില കൊടുത്തേ മതിയാകൂ. പ്രവാചകനായ ഏലിയായോട് ഏലീശ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്ക് ഡബിൾ പോർഷൻ അനോയിന്റിംഗ് വേണം, എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഉടനെ പ്രവാചകനായ ഏലീശ എന്താ ഏലിയ പറഞ്ഞത്? എലീശ, നീ മുട്ടുകുത്ത്, ഞാനൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാം, ഉടനെ നിനക്ക് ഈ ഡബിൾ പോർഷൻ അനോയിന്റിംഗ് കിട്ടുമെന്നാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈസി ചെയറിൽ ഇരുന്ന് ചൂടുള്ള കാപ്പി കുടിക്കുന്നത് പോലെ അഭിഷേകം കിട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ ഏലിയ പറഞ്ഞു, ഏലീശ, എന്റെ മകനെ, നിന്റെ ആഗ്രഹം നല്ലതാണ്, എന്നാൽ ഈ ഡബിൾ പോർഷൻ അനോയിന്റിംഗ് നിന്റെ മേൽ ഇറങ്ങണമെങ്കിൽ അത് വളരെ ദുഷ്കരമായ കാര്യമാണ്. അതിന് വളരെ വില കൊടുക്കണം. നീ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും, നീ മുറിയപ്പെടേണ്ടി വരും, നീ നുറുങ്ങപ്പെടേണ്ടി വരും, നീ ചതയ്ക്കപ്പെടും, നീ അതിനു വേണ്ടി ഒരു സമർപ്പണം നൽകേണ്ടി വരും. ഇത് നൽകാൻ തീരുമാനമുള്ളവർക്കാണ് ഈ അധികമായ അഭിഷേകം ദൈവം പകരുന്നത്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, എന്റെ കൊമ്പ് കാട്ടുപോത്തിന് കൊമ്പ് പോലെ ഉയർത്തി. എനിക്ക് നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവ്, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടം നമ്മുടെ അമ്മയല്ലേ. നസ്രത്തിലൊരു സാധാരണ നാട്ടിൻപുറക്കാരി പെൺകുട്ടി, ഒരു 16-17 വയസ്സ് പ്രായം കാണും നമുക്ക് അമ്മ മാതാവിന്. ആ നിമിഷം ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഈ ചോദ്യത്തിന് മറുപടിയായി ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ലൂക്ക 1:35 എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ അധികമായ അഭിഷേകം അമ്മ മാതാവിന്റെ മേൽ പകരപ്പെട്ടപ്പോൾ വെറും ഒരു നാട്ടിൻ പുറകാരിയായ മറിയം എന്ന പെൺകുട്ടി, അവൾ ദൈവത്തിന്റെ അമ്മയായി ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, അതാണ് പ്രോഗ്രസ്. അവിടെ ഒരു വളർച്ചയുണ്ട്, അവിടെ ഒരു ഉയർത്തപ്പെടലുണ്ട്. വെറും ഒരു സാധാരണ പെൺകുട്ടി സർവശക്തനും സർവാധിപനുമായ ദൈവത്തിന്റെ അമ്മയായി മാറി. എപ്പോൾ? പരിശുദ്ധാത്മാവിന്റെ ആ പൊസഷൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസവും അധിവാസവും പരിശുദ്ധ അമ്മ മാതാവിൽ വെളിപ്പെട്ട ആ നിമിഷത്തിൽ ഇതാ പ്രമോഷൻ കിട്ടുകയാണ്. അതിന് അമ്മ കൊടുത്തൊരു വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രസംഗിക്കാൻ എളുപ്പ, കേട്ടിരിക്കാൻ അതിനേക്കാൾ എളുപ്പ. പക്ഷെ ഇത് പ്രാപിക്കാൻ അധികമായ വില കൊടുത്തേ മതിയാകൂ.
നമുക്കറിയാം സാവൂള് ആരായിരുന്നു? സാവൂള് അപ്പോസ്തലപ്രവർത്തനം 9:1 പറയുന്നുണ്ട്. ഈ സാവൂൾ ആരായിരുന്നു? കർത്താവിന്റെ ശിഷ്യന്മാരെ കൊന്നെടുക്കുവാൻ വധഭീഷണി മുഴക്കിക്കൊണ്ട് ചുറ്റി നടന്നവരായിരുന്നു ഈ സാവൂള്. എന്നാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, ആത്മാവിന്റെ തീ സാന്നിധ്യം അവനെ തൊട്ടപ്പോൾ, വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു, അപ്പോസ്തല പ്രവർത്തനം 9:17 ആദിമ സഭയുടെ ഒരു മൂപ്പനായിരുന്ന അനനിയാസിലൂടെ കർത്താവിന്റെ അരൂപി സംസാരിച്ച് എന്താ പറഞ്ഞത്? എന്തിനാ ദൈവം എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത്? നീ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും നീ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിനും നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും വേണ്ടിയാണ്, നിനക്ക് വീണ്ടും കാഴ്ച കിട്ടുന്നതിന് വേണ്ടിയാണ് എന്റെ ദൈവം എന്നെ നിന്റെ അരികിലേക്ക് അയച്ചിരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അധികമായ അഭിഷേകം സാവൂള് പ്രാപിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ക്രൈസ്തവരെ കൊന്നൊടുക്കുവാൻ വധഭീഷണി മുഴക്കിയിരുന്ന സാവൂളിന് എന്തുണ്ടായി? അപ്പോസ്തലപ്രവർത്തനം 9:20 പഠിപ്പിക്കുന്നു. എന്താ വചനം പറയുന്നത്? അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ! അവന് ഇതാ മാറ്റമുണ്ടായി, അവന് ഉയർച്ചയുണ്ടായി. ക്രൈസ്തവരെ കൊന്നൊടുക്കുവാൻ ആഗ്രഹിച്ച സാവൂൾ എന്ന ചെറുപ്പക്കാരൻ പൗലോസായി ഉയർത്തപ്പെട്ടു, പൗലോസായി മാറ്റപ്പെട്ടു. എപ്പോഴാണ്? പരിശുദ്ധാത്മാവിന്റെ സ്പാർക്ക് അവന്റെ ജീവിതത്തിൽ പിടിച്ചപ്പോൾ അതവനെ ട്രാൻസ്ഫോം ചെയ്തു, രൂപാന്തരപ്പെടുത്തി. അവൻ യേശു ക്രിസ്തുവിന്റെ തീയായി, സുവിശേഷത്തിന്റെ ഫയറായി. പിന്നീട് പൗലോസിന്റെ ജീവിതം നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? എന്റെ ദൈവമേ, എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താൻ കഴിയുമെന്ന് ചങ്കൂറ്റത്തോടെ ഈ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയാണ്. ആ വിധത്തിൽ അവന്റെ ജീവിതം മാറ്റപ്പെട്ടു. ദൈവം അവനെ ഉയർത്തി, വിജാതീയരുടെ അപ്പോസ്തലനായി സ്വർഗം അവനെ മാനിച്ചുയർത്തി. ഹല്ലേലൂയ! ഈ പ്രമോഷൻ, ഈ ഉയർച്ച എപ്പോഴാ പൗലോസിനുണ്ടായത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ വീണപ്പോൾ. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണോ? നിനക്കൊരു ഉയർച്ച വേണോ? നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇന്ന് മുരടിച്ചിരിക്കുക. നീ 10 മിനിറ്റ് പോലും മുട്ടുമടക്കാൻ പറ്റുന്നില്ല. കർത്താവിനെ ഒന്ന് സ്നേഹത്തോടെ ആരാധിക്കാൻ പറ്റാതെ മാനസികമായി വേദനിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. വചനം വായിക്കാൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. വചനത്തോടൊരു നിസ്സംഗത, പ്രാർത്ഥിക്കാൻ നിസ്സംഗത, ആത്മീയ ജീവിതത്തിൽ നിസ്സംഗത, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇന്റിമസിയിൽ നിസ്സംഗത, സുവിശേഷ വേലയിൽ ഒരു നിഷ്ക്രിയത്വം, മടി, നിസ്സംഗത, ഒരു പിന്മാറ്റ ചിന്താഗതി, ഇതൊക്കെ ഇന്ന് നിന്നെ പിടികൂടുമ്പോൾ ഈ കെട്ടുപൊട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന എന്താ? ഈ അഭിഷേകം നീ പ്രാപിച്ചേ മതിയാകൂ. ഈ അഭിഷേകം നീ ഏറ്റെടുത്തേ മതിയാകൂ. സഭയ്ക്ക് ഉയർച്ചയുണ്ടാകണമെങ്കിൽ, കർത്താവിന്റെ യഥാർത്ഥ മണവാട്ടിയായി ഈ ലോകത്തിൽ സഭ പ്രശോഭിതയാകണമെങ്കിൽ സഭ ഈ അഭിഷേകം പ്രാപിച്ചേ മതിയാകൂ. എന്റെ ബഹുമാനപ്പെട്ട വന്ധ്യവൈദികരെ, എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളുടെ സമർപ്പിത ജീവിതം ഈ ലോകത്തിന് ഒരു പ്രവാചക സാക്ഷ്യമായി മാറണമെങ്കിൽ ഈ വില കൂടിയ അഭിഷേകം പ്രാപിച്ചേ മതിയാകൂ. ഫിലിപ്പോസ് വെറുമൊരു അവിടെ മേശ ആഹാര ശുശ്രൂഷ ചെയ്തവനായിരുന്നു. മേശയെല്ലാം വൃത്തിയാക്കുന്നു, പാത്രം കഴുകുന്നു, ആഹാരം പാചകം ചെയ്യുന്നു. അങ്ങനെ ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ഡീക്കനായിരുന്നു അവൻ. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഗ്രഹിച്ചു, അവൻ അതിയായി ആഗ്രഹിച്ചു, എനിക്ക് വേണം കൂടുതൽ അഭിഷേകം, കൂടുതൽ 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 കൂടുതൽ, പോരാ പോരാ പോരാ, മോർ പവർ, കൂടുതലായ അഭിഷേകം.
എനിക്ക് അപ്പോസ്തലപ്രവൃത്തി 9:22 സ്പർശിച്ചൊരു വചനമാണ്. സൗലിനെ കുറിച്ച് കർത്താവ് കൊടുക്കുന്ന അപ്രൂവലാണ്, അംഗീകാരമാണ്, സാക്ഷ്യമാണ്. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? സൗലാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച്, ഒരുമിച്ച് പറഞ്ഞ് കൂടുതൽ ശക്തി ആർജിച്ച്, പറഞ്ഞേ കൂടുതൽ ശക്തി ആർജിച്ച്, ഒന്നും കൂടി അഭിഷേകത്തോടെ പറഞ്ഞേ കൂടുതൽ ശക്തി ആർജിച്ച്. കൂടുതൽ ശക്തി ആർജിച്ച്. ഇതാണ് ഇന്ന് നമുക്ക് ആവശ്യം, കൂടുതൽ ശക്തി, കൂടുതൽ ശക്തി. ഇത് വെളിപ്പെട്ടാലുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സഭ വളരും. സമർപ്പിത സമൂഹങ്ങളിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകും. കൂടുതൽ ശക്തിയിൽ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെല്ലാം നിറയപ്പെടണം. കൂടുതൽ ശക്തിയിൽ കർത്താവിന്റെ മിനിസ്ട്രികളെല്ലാം നിറയപ്പെടണം. അതിനുവേണ്ടി ഈ തള്ളക്കോഴി ഈ മുട്ടയുടെ മേൽ പൊരുതിരിക്കുന്നത് പോലെ, അടയിരിക്കുന്നത് പോലെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഞാനും നീയും വിശ്രമിക്കാൻ തയ്യാറാകണം. കർത്താവിന്റെ മുൻപിൽ അടയിരിക്കുവാൻ, കർത്താവിന്റെ ആലോചനകൾ ഏറ്റെടുക്കുവാൻ നമ്മൾ വില കൊടുക്കണം ദൈവമക്കളെ. കൂടുതൽ ശക്തി ആർജിച്ചു, കൂടുതൽ ശക്തി. നമുക്ക് ഈ കൂടുതൽ ശക്തി ആളുകളിൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ സഭ തളർന്നു പോകും, സുവിശേഷ വേലകൾ തളർന്നു പോകും. ഇന്ന് അസംഖ്യ ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഒരു വലിയ മിഷണറി പറഞ്ഞതിനെ ഓർക്കുന്നുണ്ട്. മുങ്ങുന്ന കപ്പലിൽ താണുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ആവശ്യം ലൈഫ് ബോട്ടുകളാണ്. അല്ലാതെ അവനെ ഉറക്കക്കുളിയെ കൊടുത്ത് നീ ശാന്തമായി മരിച്ചുകൊള്ളുക എന്ന് പറയുന്നതല്ല. അവനെ രക്ഷിക്കുന്ന ലൈഫ് ബോട്ടുകൾ അത് സപ്ലൈ ചെയ്യണം. ഇതുപോലെ പിശാചിനെ പിടിയിൽപ്പെട്ട് നിത്യനരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോകുന്ന അസംഖ്യം ആത്മാക്കള് അവര് നശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായി പറ്റണേ? നമ്മൾ വളരെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുക. അവർ ആ നാശത്തിൽ ചെന്ന് വീഴുമ്പോൾ തെറ്റായ പ്രണയ കുരുക്കുകൾ അത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അവിഹിത ബന്ധങ്ങൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ലഹരി, കഞ്ചാവും, മയക്കമരുന്നുകൾ അങ്ങനെ അടിമപ്പെട്ട ജീവിതങ്ങളെ ആ തിന്മയിൽ നിന്ന് വിടുവിക്കുവാൻ, ആ തിന്മ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? കൂടുതൽ ശക്തി നമ്മളിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാ പറയും മോർ പവർ, മോർ അനോയിന്റിംഗ്. ഇതിലേക്ക് നമ്മൾ ഇനി കടന്നു വരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരുപാട് സങ്കടപ്പെടും. മാതാപിതാക്കളെ വില കൊടുക്കണം. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട സമർപ്പിതരെ വില കൊടുക്കണം. ബഹുമാനപ്പെട്ട വന്യവൈദികരെ വില കൊടുക്കണം. എന്തിന്? ഈ അധികമായ അഭിഷേകത്തിനു വേണ്ടി. കാട്ടുപോത്തിന് കൊമ്പ് പോലെ ഉയർത്തപ്പെട്ടു. എപ്പോൾ? എന്റെ മേൽ എന്റെ ദൈവം പുതിയ തൈലം, പുതിയ തൈലം, പുതിയ തൈലം, പുതിയ തൈലം. ഈ പുതിയ തൈലം നമ്മുടെ മേൽ വീഴാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2022 കഴിഞ്ഞ വർഷത്തെ പോലെയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. 2022 എന്ത് മഹാമാരി! ഒമിക്രോൺ അല്ല, ഇതിനേക്കാൾ വലിയ വലിയ വകഭേദങ്ങൾ ആഞ്ഞടിച്ചാലും ഇതിനൊന്നിനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല. അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. അവന്റെ ഒരു മൂവ്, അവന്റെ ഒരു ചലനം മതി ജീവിതങ്ങൾ ഉണർത്തപ്പെടുവാൻ, രാജ്യങ്ങൾ രൂപാന്തരപ്പെടുവാൻ, ജനപദങ്ങൾ ക്രിസ്തുവിനായി പിടിക്കപ്പെടുവാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, 2022 വില നമ്മൾ തീരുമാനമെടുക്ക്. ദൈവം തരുന്ന ഈ സാധ്യത ഞാൻ നഷ്ടപ്പെടുത്തില്ല. ദൈവം തരുന്ന ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കൂടുതൽ ശക്തി പ്രാപിക്കും. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അധികമായ അഭിഷേകം പ്രാപിക്കും. എൻ്റെ കോൺഗ്രിഗേഷന് വേണ്ടി ഞാൻ അധികമായ അഭിഷേകം പ്രാപിക്കും. എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ സഭയെ ശക്തീകരിക്കുവാൻ, എൻ്റെ സഭയെ പുതുക്കുവാൻ, എൻ്റെ സഭയെ ഫലപ്പെടുത്തുവാൻ, എൻ്റെ സഭയെ റീബിൽഡ് ചെയ്യുവാൻ ഞാൻ അധികമായ അഭിഷേകം പ്രാപിക്കും. തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റും പ്രിയപ്പെട്ടവരെ. കർത്താവിന് അറിയേണ്ടത് നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ തീരുമാനങ്ങളാണ്. ജീസസ് നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കണം. ഫിലിപ്പോസ് വെറും ഒരു ഡീക്കൻ,
അവൻ ആഗ്രഹിച്ചു കൂടുതൽ ശക്തി, കൂടുതൽ ശക്തി, കൂടുതൽ ശക്തി. പരിശുദ്ധാത്മാവ് അവസരങ്ങൾ കൊടുത്തു. അവസരങ്ങൾ ഇല്ല എന്ന് നമ്മൾ ആരും പറയരുതേ. നീ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചാൽ, നീ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ, നീ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ, നിന്റെ മുൻപിൽ നിന്റെ ബുദ്ധിക്ക് അതീതമായ വാതിലുകൾ ആത്മാവ് തുറന്നു തരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. എത്ര അനുഭവങ്ങള് ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് പങ്കുവെക്കാൻ പറ്റും ദൈവമക്കളെ. ഫിലിപ്പി സമരിയ പട്ടണത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഫിലിപ്പോസ് കുലുക്കി. നമ്മൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഈ തട്ടുകട കാണാറില്ല, തട്ടുകട. ആ തട്ടുകടയിലെ നല്ല അവിടെ ഈ ദോശയൊക്കെ ചുടുന്ന ആൾക്കാരെ, ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ പലപ്പോഴും കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഈ ദോശ അവരെത്ര പെട്ടെന്ന് മറച്ചിടുക. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ദുഷിപ്പ് നിറഞ്ഞ, പാപം നിറഞ്ഞ, പൈശാചിക ആധിപത്യമുണ്ടായിരുന്ന, ലൈംഗിക അരാജകത്വം വാണിരുന്ന സമരിയ പട്ടണത്തെ യേശു ക്രിസ്തുവിനായി ഫിലിപ്പോസ് മറച്ചിട്ടു. ഈ ദോശ മറച്ചിടുന്ന പോലെ മറച്ചിടുകയാണ്. അങ്ങനെ ആ നഗരത്തിൽ മുഴുവൻ വലിയ ആനന്ദമുണ്ടായി. ഫിലിപ്പോസ് എന്തുമാത്രം അവൻ അനോയിന്റഡ് ആയി. ദൈവമക്കളെ, നമുക്ക് ആവശ്യ അഭിഷേകമാണ്, നമുക്ക് ആവശ്യ അഭിഷേകമാണ്. അത് നമ്മളെ ഉയർത്തും. പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ, സ്നേഹത്തിൽ, ബന്ധങ്ങളിൽ, കൂട്ടായ്മകളിൽ, ഐക്യത്തിൽ, വചനത്തിൽ, കൃപയിൽ, അഭിഷേകത്തിൽ എല്ലാം നിന്നെ ഉയർത്തും, 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 ഉയർത്തും. എന്ത്? അധികമായ അഭിഷേകം. രണ്ടാമത് പരിശുദ്ധാത്മ പറയുകയാണ്. എന്താ അവിടെ സംഭവിച്ചത്? സങ്കീർത്തന പുസ്തകം 92:11 നമുക്കെടുക്കാം. അവിടെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുന്ന വചനത്തിലൂടെ, എന്റെ ശത്രുക്കളുടെ പതനം, എന്റെ ശത്രുവിന്റെ പതനം എന്റെ കണ്ണ് കണ്ടു, എന്റെ കണ്ണു കണ്ടു. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. അഭിഷേകം നമുക്ക് തരുന്ന രണ്ടാമത്തെ റിസൾട്ട് അതാണ്. നമുക്ക് ഒരേ ഒരു ശത്രുവുള്ള പ്രിയ, നമ്മളെ ചതിച്ചവരും പറ്റിച്ചവരും നമ്മളെ മുറിപ്പെടുത്തിയവരും വേദനിപ്പിച്ചവരും നമുക്കെതിരെ അപഖ്യാതികൾ, അപവാദങ്ങൾ പറഞ്ഞു നടന്ന് നമ്മുടെ സൽപ്പേരെ കളങ്കപ്പെടുത്തിയവരും ഒന്നും നമ്മുടെ ശത്രുവല്ല. നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അവന്റെ പേരാണ് സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. പിശാചിന്റെ തല തകരുകയാണ്. അഭിഷേകം സാത്താന്റെ മേൽ നമുക്ക് വിജയം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം സാത്താൻ കോട്ടകളെ തകർക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകം സാത്താന്റെ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകം സാത്താന്റെ മുഖങ്ങളെ ഒടിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകം പിശാചിന്റെ സകല പിടികളെയും, അവന്റെ ഹോൾഡുകളെ ഇപ്പോൾ ചില ഡെലിവറൻസുകൾ ഞാൻ കാണുന്നു, ആത്മാവിൽ കാണുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. സാത്താൻ ഇട്ട ചില അടിസ്ഥാനങ്ങളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഊഹാ, ഊഹാ, ഊഹാ. Mighty power, പരിശുദ്ധാത്മാവേ, mighty anointing. പരിശുദ്ധാത്മാവേ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. ശത്രുവായ പിശാചിന്റെ മേൽ നമുക്ക് ജയം നൽകുന്ന അഭിഷേകം. എനിക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു വചനമാണ് യെശയ്യാ പ്രവചനം 10:27. അവിടെ ഒരു വ്യക്തി അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ ആ തീ സാന്നിധ്യം വന്നു വീഴുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് വ്യക്തിയിലാവാം, ഒരു കുടുംബത്തിലാകാം, അത് സഭയിലാകാം, അത് മിനിസ്ട്രികളിലാകാം, ധ്യാന കേന്ദ്രങ്ങളിലാകാം, തൊഴിൽശാലകളിലാകാം. നമ്മൾ വ്യാപരിക്കുന്ന ഏത് മണ്ഡലമാകട്ടെ, ആ മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യം വന്നു വീണാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അന്ന്
അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് കണ്ടോ? നീങ്ങുകയും പിശാച് വെച്ചിരിക്കുന്ന അന്യായ ഭാരങ്ങള്, ആകുലതയുടെ, സംശയത്തിന്റെ, നിരാശയുടെ, വിഷാദത്തിന്റെ, മനോഭാരത്തിന്റെ, ഇങ്ങനെ വിവിധങ്ങളായ ഭാരങ്ങൾ. ഇതൊന്നും പരിശുദ്ധാത്മാവ് തരുന്ന, ആത്മാവ് തരുന്ന അനുവദിക്കുന്ന ഭാരങ്ങളുണ്ട്. അതിൽ പരിശുദ്ധാത്മാവ് സഹായിക്കും. എന്നാൽ പിശാച് നമ്മുടെ മേൽ, നമ്മൾ നശിച്ചു പോകാൻ, നമ്മൾ തകർന്നു പോകാൻ, നമ്മുടെ അഭിഷേകത്തെ ഇല്ലാതാക്കാൻ, കൃപയെ ചോർത്തിക്കളയാൻ, നമ്മുടെ വിശുദ്ധി അപഹരിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ മോഷ്ടിക്കാൻ പിശാച് നമ്മുടെ മേൽ വെക്കുന്ന ചില ഭാരങ്ങളുണ്ട്. ചില ഭാരങ്ങള്, ആ ഭാരങ്ങൾ നിന്റെ മേൽ അഭിഷേകം ഇറങ്ങുമ്പോൾ പിശാച് നിന്റെ മേൽ ഇട്ടിരിക്കുന്ന സകല അന്യായ ഭാരങ്ങളും മാറിപ്പോകും. രണ്ടാമത് എന്താ പറയുന്നത്? നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. കഴുത്തിലുള്ള നുകം, അതാണ് ഈ നുകം കാരണമാണ് ആത്മാവിന്റെ ഫ്രീഡം അനുഭവിക്കാൻ പറ്റുന്നില്ല, ആത്മാവിന്റെ സ്വാതന്ത്ര്യമില്ല, ആത്മാവിന്റെ ആനന്ദമില്ല, ആത്മാവ് തരുന്ന സ്വസ്ഥതയില്ല, ആത്മാവിന്റെ കൃപയെ, ജീവനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഒരു വിഷാദം, ദുഃഖം. ചില കണ്ടിട്ടില്ലേ, 24 മണിക്കൂർ അവരിങ്ങനെ എന്ത് ഭയങ്കര ഒരു വിഷാദത്തിൽ. ആരുടെ കുഴപ്പമില്ല ദൈവമക്കളെ, അതൊരു വിധത്തിലുള്ള ദുഃഖമാണ്. പിശാച് വയ്ക്കുന്ന ഒരു ബോണ്ടേജ് ആണ്. ഭാരം മാറും, നുകം ഒടിയും എപ്പോൾ? നിന്റെ മേൽ അഭിഷേകം ഇറങ്ങുമ്പോൾ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഇന്ന് പല മിനിസ്ട്രികൾക്കും ഒരു ലെവൽ വിട്ട് അടുത്തൊരു ലെവലിലേക്ക് കയറാൻ എന്താ പറ്റാത്തത്? പലരോട് പറയുന്നത്, ബ്രദറെ പ്രാർത്ഥിക്കണം, വർഷം കുറച്ചായി സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഒരു സ്റ്റെപ്പ് വിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അടുത്തൊരു ലെവൽ ഓഫ് അനോയിന്റിംഗിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല. ഒരു ലെവൽ വിട്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. 2 അടി മുന്നോട്ട് വെച്ച 4 അടി പുറകോട്ട് ആരോ വലിക്കുന്ന പോലെ അനുഭവപ്പെടുകയാണ്. എന്തോ ഒരു കെട്ടുകിടപ്പുണ്ട്. എന്റെ സഹോദരി സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഒരു ബന്ധനത്തെയും, ഒരു കെട്ടിനെയും, ഒരു പൈശാചികമായ ഒരു വ്യാപാരത്തെയും, ഇരുട്ടിന്റെ ശക്തികളെയും, അന്ധകാര പോരിനെയും നമ്മൾ ഭയപ്പെടേണ്ട. കാരണം പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ ഇതൊന്നും ഒന്നുമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ എന്നോട് ആഫ്രിക്കയിൽ ഒരു മിഷണറി, അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ മേൽ അഭിഷേകത്തിന്റെ കാറ്റാഞ്ഞടിച്ചു. 10,000 മാനസാന്തരപ്പെട്ടു. ജനം കൂട്ടം കൂട്ടമായി യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തുടങ്ങി. അനേക കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി. മന്ത്രവാദികളും കൂടോത്രക്കാരും ആഭിചാരക്കാരും സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് അവരെല്ലാം പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് അവർ സുവിശേഷ വേലക്കാരായി സമർപ്പണം ചെയ്യപ്പെട്ടു. ഇത് 1-2 അനുഭവങ്ങളല്ല ദൈവമക്കൾ. അങ്ങനെ ഈ ആഫ്രിക്കയിൽ കുടിൽ വ്യവസായമാണ് ഈ മന്ത്രവാദം, കൂടോത്രവും. അവരൊരു തീരുമാനമെടുത്തു, ഈ മിഷണറിയെ നമുക്ക് അടിച്ച് കളയണം, തകർത്ത് കളയണം. അങ്ങനെ നൈജീരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ, രാജ്യത്ത്, അവിടെ മുഖ്യ പട്ടണത്തിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടുകയാണ് കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കേൾക്കാനായിട്ട്. ജനലക്ഷങ്ങളാണ് ദൈവമക്കളെ. തലേ രാത്രിയിൽ കൺവെൻഷൻ നടക്കുന്ന തലേ രാത്രി പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് പറഞ്ഞു, മകനേ നീ ഭയപ്പെടേണ്ട, സാത്താൻ ഇങ്ങനെ കെണികൾ വെച്ചിട്ടുണ്ട്. ആ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ 4 കോർണറുകളിൽ മന്ത്രം ജപിച്ച് അഭിചാര ക്രിയ നടത്തി ആ ശുശ്രൂഷ അലങ്കോലമാക്കാൻ മന്ത്രവാദികൾ വന്നിരിക്കുന്നു. അവിടെ കയ്യിൽ നല്ല വിഷപ്പാമ്പുകളുണ്ട്. കൺവെൻഷൻ അങ്ങനെ അഭിഷേകത്തിൽ ഇരമ്പി നിൽക്കുമ്പോൾ ജനക്കൂട്ടത്തിലേക്ക് ഈ വിഷപ്പാമ്പുകളെ ഇളക്കി വിട്ട് ജനത്തെ ഭയപ്പെടുത്തി കൺവെൻഷനാകെ അലങ്കോലമാക്കി നശിപ്പിച്ച് കളയാൻ. പിന്നെ ഇതുപോലെ 2 പ്രാവശ്യം വന്ന പിന്നെ ആരും കൺവെൻഷൻ വരാതിരിക്കും. എന്നാൽ പിശാചിന്റെ ഈ ട്രാപ്പ് സാത്താൻ വെക്കുന്ന, എൻ്റെ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ABCD പിശാചിന് അറിയത്തില്ല. അവനൊരു പൊട്ടനാണ്. ഹല്ലേലൂയ. പിശാചിന്റെ മണ്ടൻ ബുദ്ധിക്ക് കർത്താവിന്റെ അക്ഷരമാല അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ പറഞ്ഞു കൊടുത്തു, നീ പേടിക്കേണ്ട മകനെ, നീ ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ നീ ആത്മാവിൽ നിറഞ്ഞ് ഒരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് കൂട്ടായ്മ
അഭിഷേകത്തിന്റെ ശക്തി. ഇദ്ദേഹം പിറ്റേ ദിവസം ജനലക്ഷങ്ങൾ വന്നിരിക്കുകയാണ് കൺവെൻഷന്. ആ സ്റ്റേജിൽ കയറി കർത്താവിന്റെ വചന കൈകളിലെടുത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറയുന്ന നിമിഷത്തില് 2000 വർഷങ്ങൾക്ക് മുമ്പ് സിഗിയോൻ മാളികയിലേക്ക് തീ സാന്നിധ്യമായി, കൊടുങ്കാറ്റിന്റെ സാന്നിധ്യമായി സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ആ ജനലക്ഷങ്ങളുടെ മേൽ ആത്മശക്തി വ്യാപരിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ പന്തലിലെ 4 മൂലകളിൽ കോർണറുകളിൽ മന്ത്രം ജപിച്ചിരുന്ന മന്ത്രവാദികളിലേക്ക് ആത്മാവിന്റെ തീയിറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയൂ? ഇവർക്ക് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാതെ പെടയാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഈ കളി തീരോടാണ്, ഇത് തീക്കളിയാണ്. വിവരം അറിയും. അവര് ആ പരിപാടി അവിടെ നിർത്തി. അവർക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ നിന്ന് അവിടെ ഏറ്റവും ഒരു കൊടും മന്ത്രവാദി അടുത്തൊരു കൺവെൻഷന് വേണ്ടി വരികയാണ്. ഇത് ചുമ്മാ വെച്ച് കെട്ടി പറയില്ല ദൈവമക്കളെ, ഇതുപോലെ സംഭവിച്ചു. ഞാൻ സമയക്കുറവുണ്ട്, ഷോർട്ടായിട്ട് പറയാണ്. ഇതുപോലെ കൺവെൻഷൻ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വന്നു ആ മനുഷ്യന്റെ മേലെ. എന്താ സംഭവിച്ചതാണ്? ജനക്കൂട്ടത്തിനിടയിലൂടെ പാമ്പ് എഴഞ്ഞ് വരുന്നത് പോലെ തലയോട്ടികളും ഇങ്ങനെ പല പരിപാടികളായിട്ടാണ്. ഈ വലിയ കൊടും മന്ത്രവാദിയാണ് ഈ മനുഷ്യൻ. ഇന്ന് അദ്ദേഹം വലിയൊരു സുവിശേഷ വേലക്കാരനാണ്. ആഫ്രിക്കയെ കർത്താവിന് വേണ്ടി ഇളക്കി മറിക്കുന്ന കർത്താവിന്റെ ഒരു ദാസനാണ് അദ്ദേഹം. അദ്ദേഹം ആ സ്റ്റേജിൽ കയറി വന്ന് ഈ മിഷണറി കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് ഇന്ന് അവന്റെ ശക്തി മനസ്സിലായി. ആരുടെ ശക്തി? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ജനലക്ഷങ്ങളുടെ മുൻപിൽ വെച്ച് ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിന്റെ മേൽ വിജയമുണ്ട് ദൈവമക്കളെ. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കെട്ടുകൾ കിടപ്പുണ്ട്. നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ട് ദൈവമക്കളെ. ദൈവനിന്ദാപരമായ പ്രവർത്തികളിലൂടെ, നിരന്തരമായി കർത്താവിനോട് കാണിച്ച അനുസരണക്കേടുകളിലൂടെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ സങ്കടപ്പെടുത്തിയ ഒരുപാട് പാപകരമായ പ്രവർത്തികളിലൂടെ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം മാറിപ്പോയി. പിശാചും പിടിമുറുക്കിയിരിക്കുക. എൻ്റെ അമ്മമാരെ, ചങ്ക് പൊട്ടി ഈ തീയിറങ്ങാൻ പ്രാർത്ഥിക്കണം. ദൈവവിളികൾ പരിശുദ്ധാത്മാവ് തരും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കലഹവും സംശയം എന്തൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾക്ക് ഡെലിവറൻസ് വേണം. ഇത് സംഭവിക്കണമെങ്കിൽ അവിടെ അഭിഷേകം ഇറങ്ങണം. നമ്മുടെ കുടുംബങ്ങൾ അഭിഷേകത്തിൽ നിറയണം. വിശുദ്ധനായ പാട്രിക്, കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ തോമസ് ബ്രദർ ഫസ്റ്റ് ദിവസം നമ്മളോട് പറഞ്ഞു, അയർലൻഡിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത പേഗൻ കൾച്ചർ, സൂര്യനെയും ചന്ദ്രനെയും പ്രകൃതി ശക്തികളെയും പാമ്പിനെയും അതുപോലെ തന്നെ തനി പൈശാചികമായ സേവകളും ആരാധനകളും നടത്തിയിരുന്ന ഐറിഷ് പീപ്പിൾ, അയർലൻഡിലെ ജനത, ആ അന്ധകാരം നിറഞ്ഞ പിശാച് പാപത്തിന്റെ പുതപ്പ് കൊണ്ട് മൂടിയ അയർലൻഡിൽ ജനതയിലേക്ക് കർത്താവിന്റെ സുവിശേഷത്തിനെ വെളിച്ചവുമായി വിശുദ്ധനായ പാട്രിക് കടന്നു ചെല്ലുകയാണ്. പാട്രിക് ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ നയിച്ചത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. പരിശുദ്ധാത്മാവാണ് വിശുദ്ധ പാട്രിക്കിലൂടെ പ്രവർത്തിച്ചത്. നമ്മൾ കണ്ടില്ലേ, പല പ്രാവശ്യം 40 ദിനരാത്രങ്ങൾ അദ്ദേഹം ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത വിധം വെറും വലിയൊരു മല. ഞാൻ അയർലൻഡിൽ പോയപ്പോൾ ആ മല കണ്ടിട്ടുണ്ട് ദൈവമക്കളെ. ഇന്നും ഐറിഷുകാര് ആ പ്രത്യേകമാണ് ആ സീസണിൽ അവിടെ അവർ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. അവിടെ കൊടും തണുപ്പിൽ വില കൊടുത്ത് ത്യാഗമേറ്റെടുത്ത് അദ്ദേഹം ഈ ജനതയിൽ ആത്മാവിന്റെ തീയിറങ്ങാൻ, അവിടെയുള്ള സാത്താൻ കോട്ടകൾ തകരാൻ, പിശാചിന്റെ അടിസ്ഥാനങ്ങൾ പൊട്ടാൻ, ജനങ്ങൾ മാനസാന്തരപ്പെടുവാൻ, ജനങ്ങൾ യേശുവിനെ അറിയുവാൻ, സത്യസുവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്ക് ജനം കടന്നു വരുവാൻ അദ്ദേഹം തീഷ്ണതയോട് പ്രാർത്ഥിച്ചു. സ്വർഗ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു ദൈവമക്കളെ. നിങ്ങൾ ആ സെന്റ് പാട്രിക്കിന്റെ ഫിലിം കാണണം. ഞാൻ അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കണ്ണ് നിറയെ ഇപ്പോഴും കാണും.
മാനുഷിക ബുദ്ധിക്ക് അതീതമായ അത്ഭുത പ്രവർത്തികളിലൂടെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനും ജീവിക്കുന്ന ദൈവമാണെന്ന് തെളിയിച്ചു തെളിയിച്ചു തെളിയിച്ചു. ഒന്നൊന്നായി സാത്താൻ കോട്ടകൾ തകർന്നു വീണു. അവസാനം അവിടത്തെ രാജാവ്, അദ്ദേഹം ഒരു കൊടും തിന്മയോ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് സത്യദൈവം ആരാണെന്നുള്ള മത്സരം വെച്ച് അവര്, അതൊക്കെ ആ ഫിലിമിൽ ഭംഗിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പാട്രിക്കിന്റെ അരുമ ശിഷ്യൻ, അയർലൻഡിൽ ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം, ജീവനോടെ തിരിച്ചു വരികയാണ്. മന്ത്രവാദി അവിടെ ആ തീയിൽ ബന്ധിച്ചാവുകയാണ്. രാജാവിന് മനസ്സിലായി യേശുവാണ് ജീവിക്കുന്ന ദൈവം. അദ്ദേഹം മാനസാന്തരപ്പെട്ടു, കൂടെയുള്ള ജനം മുഴുവൻ മാനസാന്തരപ്പെട്ടു. അങ്ങനെ അയർലൻഡിൽ സഭ രൂപം കൊള്ളുകയാണ്. വിശ്വാസത്തിലൂടെ, അഭിഷേകത്തിലൂടെ അവർ രാജ്യങ്ങളെ പിടിച്ചടക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വിളിയാണ് പരിശുദ്ധാത്മാവ് എനിക്കും നിനക്കും തരുന്നത്. ഗനേസരുടെ നാട്ടിൽ കർത്താവ് കാലുകുത്തിയുള്ളൂ. കിലോമീറ്ററുള്ള അകലെ കിടന്നിരുന്ന ലെഗിയോൺ ബാധിച്ച മനുഷ്യൻ അലറി വിളിച്ചു പാഞ്ഞു വരിക. അതാണ് അഭിഷേകത്തിന്റെ പവർ. കർത്താവ് എത്ര ദൂരെ നിൽക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ ഗനേസരുടെ നാട്ടിൽ ഈശോ കാലു കുത്തിയപ്പോൾ ഇതാ അഭിഷേകത്തിന്റെ പകർച്ച, ഇമ്പാർട്ടേഷൻ, വ്യാപനമുണ്ടായി. നമ്മൾ പറയില്ലേ കോവിഡ്, അതിന്റെ വ്യാപനം, കൊറോണ വ്യാപനം. ഇതുപോലെ കർത്താവിന്റെ സാന്നിധ്യത്തിനൊരു വ്യാപന ശക്തിയുണ്ട്. അഭിഷേകത്തിന് പ്രസരിക്കുവാൻ ഒരു പ്രസരണ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, കിലോമീറ്ററുകളോളം ഈ അഭിഷേകത്തിന്റെ വ്യാപനമുണ്ടായി. ശവക്കുഴിയിൽ കിടന്നിരുന്ന ലെഗിയോൺ ബാധിച്ച മനുഷ്യൻ അത് അറിഞ്ഞു. അവൻ അലറി കൂകി വന്നു. അവന് വലിയ ഡെലിവറൻസ് ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേകം നിറയട്ടെ. നമ്മുടെ കൂട്ടായ്മകളിൽ അഭിഷേകം നിറയട്ടെ. നമ്മുടെ മക്കളിൽ അഭിഷേകം നിറയട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ, സഹോദരി സഹോദരങ്ങളിൽ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ, സിസ്റ്റേഴ്സിൽ, നമ്മുടെ ഇടവക കൂട്ടായ്മകളിൽ ഈ അനോയിന്റിംഗ് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരു സെക്കൻഡ് ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി, കർത്താവേ അഭിഷേകം പകരണമേ, ഈ അനോയിന്റിംഗ് നൽകണമേ, ഈ അനോയിന്റിംഗ് നൽകണമേ, അധികമായ അഭിഷേകം നൽകണമേ. ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി, സ്വരമുയർത്തി ഒരുമിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ആത്മാവേ, 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 ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഈശോയേ സ്തുതി, ഹല്ലേലൂയ, ഈശോയേ ആരാധന, ഹല്ലേലൂയ, ഈശോയേ മഹത്വം, ഈശോയേ ആരാധന, ഈശോയേ മഹത്വം, ഹല്ലേലൂയ, ഈശോയേ മഹത്വം, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 2022 ഈ ഒരു കാറ്റ് നമ്മുടെ മേൽ വീശാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുകയാണ്. ഞങ്ങള് ഇന്നലെ ഇന്നുമായി കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവ് ചില ആലോചനകൾ, ചില പ്രവചന ദൂതുകൾ തന്നു. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം, ഈ കാലഘട്ടത്തിൽ എപ്രകാരം കർത്താവിൻ്റെ സഭയെ ശക്തീകരിക്കണം, എപ്രകാരം കർത്താവിൻ്റെ മിനിസ്ട്രികളെ, കർത്താവിൻ്റെ കുടുംബങ്ങളെ, കർത്താവിൻ്റെ സമർപ്പിത സമൂഹങ്ങളെ എങ്ങനെ ആത്മാവിൽ ഉണർത്തണം. നമുക്കൊന്നും അറിയില്ല ദൈവമക്കളെ, എന്നാൽ കർത്താവിൻ്റെ മനസ്സിൽ എല്ലാമുണ്ട്, എല്ലാമുണ്ട്, എല്ലാമുണ്ട്. കർത്താവ് പറഞ്ഞു, ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവൽ, ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വന്നേ മതിയാകൂ. പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ ഹൃദയം നിറയുകയാണ്. നമ്മൾ വില കൊടുക്കാൻ ഇനി തയ്യാറാകണം. ഈ ചതഞ്ഞുള്ള പോക്ക് നമ്മൾ അവസാനിപ്പിക്കണം. തീ പിടിച്ച ആത്മാക്കളായി മാറണം. വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ. നമ്മളൊരു എക്സ്ട്രാ ടൈമിലാണ്,
ഒരു എക്സ്ട്രാ ടേബിളാണ് കർത്താവ് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ രണ്ടാം വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ആത്മാക്കളുടെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ. അതിനുവേണ്ടി ജീവിതം, അതിനുവേണ്ടി സമയം, ആരോഗ്യം, കഴിവ്, സമ്പത്ത്, സാധ്യതകൾ, അവസരങ്ങൾ എല്ലാം 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 പരിശുദ്ധാത്മാവിന് എറിഞ്ഞു കൊടുക്കുക. കുടുംബങ്ങൾ ഉണരട്ടെ, ഉണരട്ടെ, ഉണരട്ടെ. മാതാപിതാക്കളെ മനസ്സിലാകുന്നുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ബഹുമാനപ്പെട്ട സമർപ്പിതരെ, എന്റെ അമ്മമാരെ, പറ്റുന്നുണ്ടോ? നമ്മളൊരു സമർപ്പണത്തിലേക്ക് വരണം. ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ നമ്മൾക്ക് വേണം. കെട്ടിടത്തിന്റെ 10ാം നിലയിലുള്ള 10ാം നില കത്തി അവിടെ ഒരുപാട് മനുഷ്യരുണ്ട്. അവരിങ്ങനെ കത്തി എന്ത് നശിക്കുക. നമ്മുടെ കയ്യില് 2 നില വരെയുള്ള തീ അണയ്ക്കാനുള്ള സാധന സാമഗ്രികളെ നമുക്കുള്ളോ, ടെക്നോളജി ഉള്ളോ? എന്ത് ചെയ്യാൻ പറ്റും? 10ാം നില കത്തി അമരുമ്പോൾ അയ്യോ ദൈവമേ എന്നും പറഞ്ഞ് കരയാനല്ലേ പറ്റും. ഇതുപോലെയല്ല ഇന്ന് ആത്മാക്കൾ നശിക്കുമ്പോൾ നമ്മൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ്. എന്താ കാരണം? എക്സ്ട്രാ ഓർഡിനറി പവർ നമുക്കില്ല. ഹല്ലേലൂയ, ഈ പവർ, ഈ പവർ, ഈ പവർ, മോർ പവർ. സൗളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ചു. ഇത് പ്രാപിക്കാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ശുശ്രൂഷകരായ എന്റെ സഹോദരങ്ങളെ, എന്റെ ബഹുമാനപ്പെട്ട വന്യവൈദികരെ, എന്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, നമ്മൾ ഈ അഭിഷേകത്തിൽ നിറയണം. ഞാൻ 1-2 കാര്യം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത് അവിടെ പറയുന്നത് സങ്കീർത്തനങ്ങൾ 92:12 എന്താണ് പറയുന്നത്? നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. നമ്മൾ കേട്ടിരിക്കുന്ന ദുഷ്ടന്മാർ പന പോലല്ല ദൈവമക്കളെ, അതൊന്നല്ല. നീതിമാന്മാർ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന കൂട്ടായ്മകൾ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന മിനിസ്ട്രികള്, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന വന്യവൈദികരെ, സമർപ്പിതരെ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന ആത്മായ പ്രേക്ഷിതരെ, അവര് തഴച്ചു വളരും. അവരുടെ മിനിസ്ട്രികൾ തഴച്ചു വളരും, ശുശ്രൂഷകൾ തഴച്ചു വളരും, സമൂഹങ്ങൾ തഴച്ചു വളരും, തഴച്ചു വളരും. അതിന് തെളിവല്ലേ എസെക്കിയേൽ 47 കണങ്കാൽ വരെ അത് പൊങ്ങി മുട്ട്, പിന്നെ അരയോളം, പിന്നെ നീന്തി കടക്കാൻ പറ്റാത്ത വിധം അത് അങ്ങ് നീന്തി കുളിക്കാൻ മാറി. അതുപോലെ വലിയൊരു നദിയായിട്ട് മാറി. ഒരു ചെറിയ അരുവി ഭയങ്കരമായ നദിയായിട്ട് മാറി. കണ്ടു അതിന്റെ വളർച്ച, അതിന്റെ വളർച്ച കണ്ടു, വളർച്ച കണ്ടു, വളർച്ച കണ്ടു. ഒരു ചെറിയ തുടക്കമായിരുന്നു, പക്ഷേ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സഭ, തിരുസഭ, അതിന് ഏറ്റവും വലിയ തെളിവാണ് ദൈവമക്കളെ. സഭയുടെ ജനനം 3000 പേരായിരുന്നു. 3000 പേര്. അതിനെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 2:41. ആ ദിവസം 3000-ഓളം പേര് അവരുടെ കൂട്ടത്തിൽ ചേർന്നു. ഏതാനും ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ. എന്താ സംഭവിച്ചേ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:4 വന്നേ. എന്താ വചനം പറയുന്നത്? അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. 3000 5000-ആയി. കണ്ടോ? വളരാണ്, തഴയ്ക്കാണത്, വളരാണത്. എന്താ കാരണം? ആദിമസഭ നമുക്കറിയാം, നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാവുന്നതുപോലെ അത് ഹൈ വോൾട്ടേജിന്റെ സഭയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനവും സാന്നിധ്യവും അഭിഷേകവും നിറഞ്ഞു നിന്ന സഭ. അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, വിശുദ്ധിയുടെ സഭയായിരുന്നു. അവർ സുവിശേഷ വൽക്കരണം നടത്തിയ ഇവാഞ്ചലൈസേഷൻ ചെയ്ത സഭയായിരുന്നു. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച സഭയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കാത്തിരുന്ന സഭയായിരുന്നു. നമ്മുടെ ഇന്നത്തെ മിനിസ്ട്രികൾ എങ്ങനെയാ ദൈവമക്കളെ? നമ്മുടെ ശുശ്രൂഷ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എങ്ങനെയാ? പരിശുദ്ധാത്മാവിന്റെ വഴിക്ക്, നമ്മുടെ വഴിക്ക്. അതല്ലേ ഈ മൊരടിപ്പ്, അതല്ലേ ഈ ക്ഷയം, അതല്ലേ ഈ മന്ദത, അതല്ലേ ഇന്ന് നമുക്ക് ഈ ഈ ജീർണത വന്ന് പെട്ടിരിക്കുന്നത്. മക്കളെ, നമ്മൾ ഒരുപാട് അനുദപിക്കാനുണ്ട്.
3000 5000 വന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 5:14 വരുമ്പോൾ എന്താ പറയുന്നത്? കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 5000 നിന്ന് 50,000 50,000 5 ലക്ഷത്തിലേക്ക് തഴച്ചു വളരുകയാണ്. എന്താ കാരണം? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. എവിടെ ഹോളി സ്പിരിറ്റിന്റെ മൂവ് ഉണ്ടോ അവിടെ തഴച്ചു വളരും. അതിങ്ങനെ മൊരടിച്ച് നിൽക്കില്ല ദൈവമക്കളെ. കഴിഞ്ഞ വർഷം പോലെ ആയിരിക്കില്ല ഈ വർഷം പോലെ ആയിരിക്കില്ല അടുത്ത വർഷം. അത് ബുദ്ധിക്ക് അതീതമായൊരു വളർച്ച. Praise the Lord. അപ്രകാരമുള്ള മിനിസ്ട്രികളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രകാരമുള്ള കർത്താവിന്റെ ദാസിദാസന്മാരെ ഓർത്ത് ഞാൻ അവിടുത്തെ വാഴ്ത്തുകയാണ്. ഒരു ഭംഗിവാക്ക് പറയില്ല ദൈവമക്കളെ, തഴച്ചു വളരുന്നൊരു അനുഭവം അത് പരിശുദ്ധാത്മ നമുക്ക് തരും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അവസാനമായി സങ്കീർത്തനങ്ങൾ 92:13 പറയാണ്, 13-14 പറയാണ്. എന്താ പറയുന്നത്? അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. 14-ാമത്തെ വചനം, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ ഫലം പുറപ്പെടുവിക്കും. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്നറിയോ? ഇന്ന് സഭയിൽ സീസൺ വിശ്വാസികളാണ് ദൈവമക്കൾ, സീസൺ വിശ്വാസികൾ. നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ സീസൺ വിശ്വാസികളാകരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, മാങ്ങ ഉണ്ടാകാൻ ഒരു സീസൺ ഉണ്ട്, ചക്കപ്പഴം ഉണ്ടാകാൻ ഒരു സീസൺ ഉണ്ട്, ഇല്ലേ? ഓരോ ഫ്രൂട്ട് ഉണ്ടാവാൻ ഓരോ സീസൺ ഉണ്ട്. നമ്മൾ ഇതുപോലെ സീസണിൽ മാത്രം ഫലം നൽകിയാൽ പോരാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തിയുടെ പ്രത്യേകത, അവൻ എപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും, എപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. അതല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം. നമ്മുടെ എസ്തഫാനോസ് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള, അധിവാസമുള്ള, പരിശുദ്ധാത്മാവിന്റെ തുടിപ്പും ചലനവും തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിന്റെ മിനിസ്റ്റർ ആയിരുന്നു. ആദിമ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയും ഡീക്കനുമായിരുന്നു എസ്തഫാനോസ്. ആത്മാവിൽ നിറഞ്ഞ കർത്താവിന്റെ ജീവനുള്ള സുവിശേഷം അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഈ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ അനേകർക്ക് എന്താ ഉണ്ടായത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:54-55. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ? വചനം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ? അവർ ഇത് കേട്ടപ്പോൾ, അവർ ഈ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. ചീത്തയും തെറിയും പറഞ്ഞ് മറ്റവനെ മറച്ചവനെ, നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത ഭാഷയെ പറഞ്ഞിരിക്കുന്നത്, അതുപോലത്തെ ഭാഷ പറഞ്ഞ്, അതുപോലത്തെ വൃത്തികേടുകൾ പറഞ്ഞ് പല്ല് കടിച്ച് കോപാക്രാന്തരായി എസ്തഫാനോസിനെ പാഞ്ഞെടുത്തപ്പോൾ എസ്തഫാനോസിൽ എന്താ ഉണ്ടായത്? അതാണ് പ്രിയപ്പെട്ടവരെ, അവൻ സീസൺ വിശ്വാസി ആയിരുന്നില്ല. അവൻ എപ്പോഴും കർത്താവിനായി ഫലം പുറപ്പെടുവിച്ചവനായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? എന്നാൽ അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മ നിറയാനുള്ള ഒരു വ്യവസ്ഥ എന്താ? ചീത്തവിളിയും പല്ലുകടിയും. മറ്റുള്ളവര് നമ്മെ നോക്കി ചീത്ത വിളിച്ച് പച്ച തെറി പറഞ്ഞ് നമുക്കെതിരെ കോപാക്രാന്തരായി പാഞ്ഞെടുത്ത് മറ്റവനെ മറച്ചവനെ എന്ന് പറഞ്ഞ് നമുക്കെതിരെ അപഖ്യാതികൾ അപവാദങ്ങളും പറഞ്ഞ് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുമ്പോൾ, എൻ്റെ സഹോദര സഹോദരി, നമുക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ പറ്റുന്നുണ്ട്? അതാണ് യഥാർത്ഥ അഭിഷേകം, അതാണ് യഥാർത്ഥ ആധ്യാത്മികത, അതാണ് യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥ. അവൻ 100 എണ്ണം പറയുമ്പോൾ 2 എണ്ണെങ്കിലും പറഞ്ഞില്ല, എങ്ങനെ ശരിയാവുക? അപ്പൊ നമ്മുടെ ഈഗോ ഇളകും, ഈഗോ വരും. നമ്മൾ പറയാറില്ലേ, എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ. എൻ്റെ പഴയ സ്വഭാവം നിനക്കറിയാലോ, ഞാൻ മഹാ പൊട്ടേട്ടോ, എൻ്റെ പഴയ സ്വഭാവം നീ എടുപ്പിക്കരുതോ. ഇതെന്തത്? അപ്പൊ പഴയ സ്വഭാവം വിടുക. അപ്പൊ ഇപ്പോഴത്തെ സ്വഭാവം ഏതാ?
ഒരു പോലീസാണ്. പല്ലുകടിച്ച് ചീത്ത വിളിച്ച് തെറി പറഞ്ഞ് പാഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പുഞ്ചിരിച്ച് പരിശുദ്ധാത്മ നിറഞ്ഞ് പറയാൻ പറ്റണം, എടാ പൊന്നു മോനെ, നീ എന്തോരം പല്ല് കടിച്ചാലും എന്തോരം പച്ചത്തെറി പറഞ്ഞാലും എൻ്റെ പഴയ സ്വഭാവം നിനക്ക് എടുപ്പിക്കാൻ പറ്റില്ലടാ എന്ന് പറയുന്നതാണ് അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. അതാണ് ആധ്യാത്മികത. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഒന്നും ഭാഷ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. നമ്മളൊക്കെ എന്തോ ഒരു അഭിഷേകത്തിൽ നിറയെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എന്ത് ഫലമായി പുറപ്പെടുവിക്കുന്നത്? കൊല്ലം 25 ഞാൻ 31 വർഷമായി ഈ വചനൊക്കെ ധ്യാനിക്കുമ്പോൾ എസഫാനോസ് പ്രാപിച്ച അഭിഷേകവും സന്തോഷം പ്രാപിച്ച അഭിഷേകവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ദൈവമക്കളെ, ആനയും പേനയും ഒന്നും പറയാൻ പറ്റില്ല. അതുപോലത്തെ വ്യത്യാസമാണ്. 0 പോലും ആയിട്ടില്ല. എനിക്ക് പറ്റത്തില്ല എൻ്റെ നേരെ കൂടെ നിന്നവരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരൊക്കെ പല്ല് കടിച്ച് എടാ സന്തോഷകരം മാത്രമേ എടാ മറ്റവരെന്നും പറഞ്ഞ് എൻ്റെ നേരെ പല്ല് കടിച്ച് പാഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ശക്തി പാടാൻ പറ്റില്ല ദൈവമക്കളെ, പറ്റില്ല. അപ്പൊ ഞാൻ പാടും, ഒത്തിരി ഒത്തിരി സ്നേഹിച്ച തമാശ പറഞ്ഞു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളിപ്പോൾ LKG-യിലാണ് മക്കളെ. പറഞ്ഞു വരുന്നത് ഫലം പുറപ്പെടുവിക്കണം, ഫലം പുറപ്പെടുവിക്കണം. ഓറഞ്ച് പിഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ജ്യൂസ് വരില്ല, ഓറഞ്ച് ജ്യൂസേ വരൂ. മാങ്ങ അത് പിഴിഞ്ഞാൽ ചക്കപ്പഴത്തിന് ജ്യൂസ് വരില്ല, അത് മാങ്ങ ജ്യൂസേ വരൂ. ഇതുപോലെ ഒരു ദൈവ ശുശ്രൂഷകനെ, ഒരു ദൈവ പൈതലിനെ പിഴിയുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം വരണം. ആമേൻ. ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്റെ അപ്പന്റെ സ്വഭാവം ഞാൻ കാണിക്കണം. ഹല്ലേലൂയ. സിംഹ കുട്ടികള് പട്ടിക്കുട്ടികളെ സ്വഭാവം കാണിക്കില്ല. അപ്പൻ സിംഹത്തിന്, തള സിംഹത്തിന്. നമ്മുടെ അപ്പൻ അവനാണ്. രക്തസാക്ഷികൾ, വിശുദ്ധാത്മാക്കള്, അവരൊക്കെ ഈ ഫ്രൂട്ട് കൊടുത്തവരായിരുന്നു സഭയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ഫ്രാൻസിസ്, ഡൊമിനിക്, അന്തോണീസ്, വിൻസെന്റ് ഫെറർ, ബെനഡിക്റ്റ്, നമ്മുടെ അൽഫോൻസാമ, കൊച്ചുത്രേസ്യാമ, ഇവരൊക്കെ ആരാ? ഇതുപോലെ ലക്ഷക്കണക്കിന് വിശുദ്ധാത്മാക്കൾ അവരെ പിഴിഞ്ഞപ്പോൾ, അവരെ ചെത്തിയപ്പോൾ, അവരെ മുറിച്ചപ്പോൾ, അവരെ വേദനിപ്പിച്ചപ്പോൾ, അവരെ പരിഹസിച്ചപ്പോൾ, കൊടിയ സഹനങ്ങൾ അവർ കേൾക്കേണ്ടി വന്നപ്പോൾ അത് ഏൽപ്പിച്ചവരെ നോക്കി നിന്നോടൊക്കെ ദൈവം ചോദിക്കണ എന്ന് ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല. നമ്മളാണെങ്കിൽ നമുക്ക് പറ്റുന്ന പരിപാടിയുടെ അപ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്യും. നമ്മെ കൊണ്ട് പറ്റാത്ത പരിപാടിയാണെങ്കിൽ നിന്നോടൊക്കെ ദൈവം ചോദിക്കും. അതാണ് നമ്മുടെ മാനസാന്തരം. നമ്മുടെ മാനസാന്തരം അതാണ്. വിശുദ്ധാത്മാക്കളുടെ മാനസാന്തരം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സഹോദരങ്ങളെ, മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് നമ്മൾ കിടക്കുന്നത്? കർത്താവ് സങ്കടപ്പെടുകയാണ്. നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 2022 പുതിയ അനോയിന്റിങ് വേണം. പറ്റില്ല, പോരാ കർത്താവേ. ഇതിൽ ഞാൻ സന്തുഷ്ടനല്ല കർത്താവേ, പോരാ. പരിശുദ്ധം ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളാൽ ദൈവം സംതൃപ്ത. വിശക്ക് കർത്താവിന്റെ ഈ നവമായ അഭിഷേകത്തിന് വേണ്ടി, ഈ അധികമായ അഭിഷേകത്തിന് വേണ്ടി, ഈ എക്സ്ട്രാ ഓർഡിനറി പവറിന് വേണ്ടി, അത് ഡബിൾ പോർഷൻ അനോയിന്റിങ്ങിന് വേണ്ടി നീ വിശപ്പുള്ളവനാക്, ദാഹമുള്ളവനാക്. നീ അതിനു വേണ്ടി നിലവിളിക്ക്, നീ വില കൊടുക്ക്, നീ കമ്മിറ്റഡ് ആക്, നീ ഡിവോട്ടഡ് ആക്. കർത്താവ് നിന്നോട് ചോദിക്കുന്നത് എന്തും കർത്താവിന് വേണ്ടി നീ എറിഞ്ഞു കൊടുക്കുക. ഓ, നമ്മുടെ ലെവല് മാറും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലെവല് മാറ്റും കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് മോർണിംഗ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇപ്രകാരം ഒരു ദൂത് പറഞ്ഞു, നിങ്ങൾ സാഹചര്യങ്ങളെ മാറ്റുന്നവരായിട്ട് ഞാൻ മാറ്റും. പക്ഷേ ഈ അനോയിന്റിങ് നിങ്ങളുടെ മേൽ വീഴണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി അധികമായ വില നൽകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകനെ ഏലിയ പറഞ്ഞു, എലീശ, എന്റെ മകനെ, ദുഷ്കരമായ കാര്യമാണ് ഡബിൾ പോർഷൻ അനോയിന്റിങ്. അതൊരു വ്യക്തിയുടെ മേൽ വന്ന് വീഴാൻ, അതൊരു വ്യക്തിയിലേക്ക് പകരപ്പെടാൻ
അത് ഈസിയല്ല, അത് എളുപ്പമല്ല, അത് ദുഷ്കരമായ കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതിനു ശേഷം ഏലിയ പ്രവാചകൻ തന്റെ ജീവിതം തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ എലീശയോട് പറഞ്ഞു, എലീശ, ഞാൻ അതിനു വേണ്ടി കിറേത്ത് നീർച്ചാലിനരികെ 3 പൊളിച്ച് താമസിക്കേണ്ടി വന്നു. ഒരു ഉണക്ക റൊട്ടിയും കാക്ക കൊണ്ടുവരുന്ന അപ്പവും കഴിച്ച് ഞാൻ അവിടെ സെറപ്തൽ വിധവയുടെ വീട്ടിലോട്ട് പോയി. അവിടെ നാളുകൾ കഴിഞ്ഞു. അഭിഷേകത്തിന് വേണ്ടി, ഈ കൃപയിലേക്ക് വളരാൻ വേണ്ടി, ഈ ഒരു ശക്തിയാൽ നിറയപ്പെടാൻ വേണ്ടി താൻ കൊടുത്ത വില, തൻ്റെ സമർപ്പണം, തൻ്റെ ലൈഫ് സ്റ്റൈല്, തൻ്റെ ഡിസിപ്ലിൻ, കർത്താവിനോട് തൻ്റെ റിലേഷൻ, തൻ്റെ ഇന്റിമസി, ഇതെല്ലാം ഏലിയ പറഞ്ഞു കൊടുക്കുക എലീശയ്ക്ക്. മകനെ, ഇതുപോലത്തെ ഒരു ജീവിതത്തിലേക്ക് വരാൻ നീ റെഡിയാണെങ്കിൽ, യെസ്, ഈ ഡബിൾ പോർഷൻ അനോയിന്റിങ് ദൈവം നിന്റെ മേലിടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധന ശുശ്രൂഷ ബഹുമാനപ്പെട്ട വികാരിച്ച് നമ്മോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനും എൻ്റെ പ്രിയ സ്വന്തം കൂടപ്പിറപ്പുകളാണ് തോമസ് കുമണി ബ്രദർ. ഒത്തിരി ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ആന്റണി കാട്ടു ബ്രദർ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുപോലെ വർഗീസ് കൊല്ലം ബ്രദർ, അദ്ദേഹമൊക്കെ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയാണ്. പ്രിയ സഹോദരൻ ജോജി, വർഷങ്ങളുടെ ആത്മീയ ബന്ധവും ഷെക്കേനയിൽ ബിഗ് ഡിബേറ്റ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ബഹുമാനോട് വികാരിച്ചതിനോടും ഞങ്ങൾ ഒരുമിച്ച് 4-5 പേർ ഒരുമിച്ച് നിന്ന് ഈ സമയം ആരാധന ശുശ്രൂഷ ഈ സഹോദരങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്ന് 3 ദിനങ്ങളാണുള്ളത്. നാളെ സ്നേഹബഹുമാനപ്പെട്ട ബോസ്കോ ഞാളിയത്തച്ഛനാണ്. പിറ്റേ ദിനത്തിൽ ബഹുമാനപ്പെട്ട ഷാർലച്ചനാണ്. അടുത്ത 31-ാം തീയതി നമ്മൾ ഈ വർഷം കർത്താവ് തന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞു 2022 പ്രവേശിക്കുന്ന ആ മണിക്കൂറുകളിൽ ആത്മാവിന്റെ നവമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള പ്രത്യേക സ്പെഷ്യൽ ശുശ്രൂഷയാണ്. അടുത്ത 3 ദിനങ്ങളിലും ഞങ്ങൾ അനേകരോട് പറയണം, സഭയിൽ ആക്കമാനം, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശിയടിക്കുവാൻ, ഒരു പ്രവചന തരംഗം സഭയിൽ വെളിപ്പെടുവാൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് മുട്ടുമടക്കാം, നമുക്കതിനു വേണ്ടി പരിത്യാഗം ചെയ്യാം, നമുക്കതിനു വേണ്ടി ത്യാഗമെടുക്കാം, നമുക്കതിനായി ഉപവസിക്കാം, നമുക്കതിനു വേണ്ടി കൈവിരിക്കാം, നമുക്കതിനായി കർത്താവിന് മുമ്പിൽ ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങൾ ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട് ദൈവമക്കളെ. ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യും. അപ്പോൾ ഒത്തിരിയേറെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വളരെ കുറച്ച് നാൾ വർഷം ഇപ്പോൾ വീണ്ടും ഒരു സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിലൂടെ പോവുകയാണ്. ഇതൊന്നും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല, കർത്താവിൻ്റെ മിഷന് വേണ്ടിയാണ്. ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഈ ഷെക്കേന ന്യൂസ്, ഈ മിഷന് നിങ്ങൾ കൈത്താങ്ങണം, നിങ്ങൾ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അനേകരുടെ ഈ സഹായത്താലാണ് പരിശുദ്ധാത്മാവ് ഈ മാധ്യമ ശുശ്രൂഷയെ തിരുസഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ദൈവാത്മാവിൻ്റെ ആ ഒരു കൈവഴികളായി നിങ്ങൾ മാറ്റപ്പെടണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും, ആവശ്യങ്ങൾക്കും, തലമുറകൾക്കും, സമർപ്പിത സമൂഹങ്ങൾക്കും, കർത്താവിൻ്റെ സഭയ്ക്കുമായി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെല്ലാം വരുന്നു. ബഹുമാനയുടെ വികാരിയച്ഛൻ ദിവ്യകാരുണ്യമായി നമ്മുടെ ഒപ്പമുണ്ട്. ആരാധന 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 ആരാധന. യേശു ദൈവപുത്രൻ, 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 യേശു ദൈവപുത്രൻ. ആരാധന 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 ആരാധന
യേശു ദൈവ കുഞ്ഞാട്, 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 യേശു ദൈവ കുഞ്ഞാട്. ആരാധന 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 ആരാധിക്കട്ടെ. ആരാധന ആരാധന ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന ആരാധന കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി യേശുവേ. ജീവിത ദൈവം. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു യേശുവേ. അതിശയമായ അഭിഷേകം. ഉന്നതത്തിന്റെ ശക്തി. കൃപാവരത്തിന്റെ അഭിഷേകം. ദൈവജനത്തിന്റെ ഭരണം. ബന്ധപ്പെട്ട ജീവിതങ്ങൾ. തകർന്ന ജീവിതങ്ങൾ. നിരാശപ്പെട്ടവർ. തകർന്ന ശുശ്രൂഷകൾ. സഭ. കൂട്ടങ്ങൾ. ദൈവമക്കൾ. ധ്യാന ശുശ്രൂഷകൾ. ദൈവത്തിന്റെ ആത്മാവ് ഭരണത്തെ. അപ്പോസ്തല പ്രവർത്തനങ്ങള് 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങളാകട്ടെ ഏറെ താമസിയാകാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്താ ജെറുസലേം എന്ന് പറഞ്ഞാൽ? ഈശോ പീഡ സഹിച്ച സ്ഥലമാ ജെറുസലേം. ഈ മണിക്കൂറുകളിൽ പ്രിയപ്പെട്ട സന്തോഷ് ബ്രദറിലൂടെ കേൾക്കുകയായിരുന്നു, പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുമ്പോ അധികമായ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഭയത്തിന് അടിമകളായി മുറിക്കുള്ളിൽ കയറിയിരുന്ന അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോ അവർ ശക്തരായി മാറി. അവർ ധീരതയോടെ വചനം പ്രസംഗിച്ചു. ആയിരങ്ങള് പതിനായിരങ്ങള് കർത്താവിന്റെ സഭയില് അവർ അംഗങ്ങളായി മാറി. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി യെരൂശലേം വിട്ട് പോകാതെ പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളായി മാറാൻ നമുക്ക് തീരുമാനമെടുക്കാം. കുടുംബം, അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങള് ഒരുമിച്ച് എല്ലാ ദിവസവും കാത്തിരിക്കണം. കർത്താവേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുടുംബത്തിലുള്ളവര്, കോൺവെന്റുകളിലുള്ളവര്, ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കാര്യങ്ങൾ ഉയർത്തി ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ പിതാക്കന്മാരിൽ, അച്ഛന്മാരിൽ, സഹോദരങ്ങളിൽ ആഗ്രഹിച്ചു. ശക്തിയോടെ സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. ദാഹാർത്തരാൽ ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. ദാഹാർത്തരാൽ ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിലായി നിന്നുകൊണ്ട് ഹൃദയം തുറന്ന് കരമുയർത്തി കർത്താവിനോടൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ആലയത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും സഭയുടെ ഉന്നമതിക്ക് വേണ്ടിയും തിരഞ്ഞെടുക്കപ്പെട്ട ഈ ആലയത്തിൽ നിന്നും ഉയരുന്ന ഈ പ്രാർത്ഥന ഇപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വന്ന് അനേകരെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യും. ഈ സഭയെ പ്രിയപ്പെട്ടവരെ, യെശയ്യാ 45:1 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നു, രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി താൻ ആരുടെ വലതു കൈ ഗ്രഹിച്ചിരിക്കുന്നു തന്റെ അഭിഷിക്തനായ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവരാജ്യ പ്രവർത്തനം രാജ്യങ്ങൾ കീഴടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ കീഴടക്കട്ടെ, വിശ്വാസികളുടെ ആത്മാക്കളെ സ്വന്തമാക്കട്ടെ. ഈ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചാനലിന് വേണ്ടി ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെ കുടുംബങ്ങളെ ചാനലിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ആരോഗ്യപരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന, സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, ശുശ്രൂഷയെ സ്നേഹിക്കുന്ന, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും, എല്ലാ വൈദികരെയും, എല്ലാ സന്യസ്തരെയും, എല്ലാ വിശ്വാസികളെയും, എല്ലാ ദൈവമക്കളെയും ഈ 2021 അവസാനത്തോടു കൂടി ഇരട്ടി അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ വരും നാളുകളിൽ സഭയെ പടുത്തുയർത്തുവാൻ, കോടിക്കണക്കിന് ആത്മാക്കളെ സ്വർഗത്തിൽ നേടിക്കൊണ്ടുപോകാൻ, ഈ ശുശ്രൂഷയെ, ഈ ആലയത്തെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ, നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ, നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ, നിറയണമേ. നിറയണമേ, നിറയണമേ. കർത്താവേ, ഞങ്ങൾ ഈ ദിനത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. കർത്താവേ, ഇവിടെ ഞങ്ങൾ കേട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ മുഖങ്ങൾ ഒടിയും, ഭാരങ്ങൾ മാറും. കർത്താവേ, ഈ 2022 ദൈവമേ ഈ തുടക്കത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പരിശുദ്ധാത്മ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ സാംസനെ കെട്ടിയ കെട്ടുകൾ ചണനാരുകൾ പോലെ തകർന്നു വീണതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക്
വ്യക്തികളിലേക്ക്, പുതിയ അഭിഷേകത്തിനായി ദാഹിക്കുന്ന വ്യക്തികളിലേക്ക് പാപ ബന്ധനങ്ങള്, ശാപത്തിന്റെ കെട്ടുകള്, പൈശാചിക അടിമത്തങ്ങള്, കർത്താവേ എല്ലാ രീതിയിലുള്ള പൈശാചിക പീഡകൾ പരിശുദ്ധാത്മ ശക്തിയാൽ വിഷ്ടകളായി പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ഈശോ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആമേൻ ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ആമേൻ ആമേൻ ആമേൻ. ഇറങ്ങി വാ, ഇറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഒറ്റ വിളി ആത്മാവേ. കർത്താവിൽ നിന്ന് തീ പുറപ്പെടട്ടെ, ദൈവത്തിന്റെ തീ കത്തട്ടെ. രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ, ദേശദേശാന്തരങ്ങളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ, സഭാ കൂട്ടായ്മകളിൽ, സഭയുടെ കുടുംബങ്ങളിൽ, സഭയുടെ യുവജനങ്ങളിൽ, സഭയുടെ പ്രേക്ഷിതരിൽ, സഭയുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിന്റെ തീ കത്തട്ടെ. ഒരു നിമിഷം പോലെ ഇറങ്ങണമേ, ആവായി പതിയണമേ, ചൂടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, ആത്മനദിയായി ഒഴുകേണമേ. മാതാപിതാക്കള് സമയം മക്കളുണ്ടെങ്കിലും നിങ്ങളുടെ മക്കളുടെ ശിരസിൽ ഈ സമയം കൈകൾ വെക്കുക. അവർ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യത്തിൽ അവർ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ അധികമായ അഭിഷേകം നമ്മുടെ മക്കളിൽ ഇപ്പോൾ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ തീ പിടിച്ച ആത്മാക്കളായി നമ്മുടെ കുഞ്ഞുങ്ങൾ രൂപാന്തരപ്പെടുവാൻ സംഭവിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, വിശ്വാസത്തോടെ കരങ്ങൾ അവിടെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കുക, ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ പ്രിയപ്പെട്ട അഭിഷിക്തൻ വികാരിയച്ഛനും ശ്രീകച്ഛൻ തന്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചും കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരെല്ലാം വലതുകര ഉയർത്തിപ്പിടിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ സഭയോട് ചേർന്ന് അഭിനവിതാക്കന്മാരോടും സഭയുടെ എല്ലാ കൂട്ടായ്മകളോടും ചേർന്ന് സഭയുടെ സമ്പന്നതകളോട് ചേർന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെ ശിരസിൽ കൈകഴിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഭാര്യ ഭർത്താക്കൾ പരസ്പരം പ്രാർത്ഥിക്കുക, സഹോദരി സഹോദരങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ, എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, അമ്മമാരെ, നിങ്ങളുടെ സമർപ്പിത സമൂഹങ്ങളിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകാൻ, നമ്മുടെ സമൂഹങ്ങളിലുള്ള എല്ലാ പൈശാചികപ്പെടലും വിട്ടൊഴിഞ്ഞു പോകുവാൻ, നമ്മുടെ അഭിഷേകത്തിന് അഗ്നി ഇറങ്ങാൻ, അഭിഷേക കാറ്റടിക്കാൻ, അധികമായ അഭിഷേകം നിറഞ്ഞൊഴുകുവാൻ നിങ്ങൾ പരസ്പരം ഇപ്പോൾ കൈകൾ കോർത്ത് പരസ്പരം പ്രാർത്ഥിക്കുക. ഇത് വലിയ കൂട്ടായ്മയുടെ അഭിഷേകമാണ്. ഒരു കോർപ്പറേറ്റ് അനോയിന്റിംഗ് വെളിപ്പെടുന്ന സമയമാണ്. എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഇത് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് നമ്മെ നിറയ്ക്കുന്ന കൃപയുടെ തീ, അഭിഷേക തീ, പ്രാർത്ഥനയുടെ തീ, വചനത്തിന്റെ തീ, വിശുദ്ധിയുടെ തീ, പ്രവചനത്തിന്റെ തീ, പരിത്യാഗത്തിന്റെ തീ, സഹനത്തിന്റെ തീ, സ്നേഹത്തിന്റെ തീ, കൂട്ടായ്മയുടെ തീ പതിനായിരങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, പുത്രന്മാരും പുത്രിമാരും യുവാക്കൾക്ക് ദർശനങ്ങൾ, വൃദ്ധന്മാർ പരിശുദ്ധാത്മാവിൽ സ്വപ്നങ്ങൾ കാണട്ടെ. എല്ലാവരിലും
പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ തീ പടരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അനുഭവം നിറയട്ടെ. ഈശോ, ഈശോ, ഈശോ. ദർശനങ്ങൾ കണ്ടിടട്ടെ. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കട്ടെ. ദർശനങ്ങൾ കണ്ടിടട്ടെ. വൃദ്ധന്മാരും ദർശനങ്ങൾ കണ്ടിടട്ടെ. ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. വൃദ്ധന്മാരും ദർശനങ്ങൾ കണ്ടിടട്ടെ. ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. അന്ത്യകാലമായല്ലോ, ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് അഭിഷേകം പരസ്പരം കൈമാറി നമ്മൾ ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതാ അനേകം കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, സഭ മുഴുവനിലേക്ക്, സഭയുടെ സമൂഹങ്ങളിൽ, പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ, ഇടവക കൂട്ടായ്മകളിലേക്ക്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇപ്പോൾ ഈ സമയം കർത്താവിന്റെ അഭിഷേകം ഒഴുകപ്പെടുന്നു. വിളിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, Holy Spirit come, come Holy Spirit come, come Holy Spirit come, ആമേൻ കർത്താവേ. come Holy Spirit come, come Holy Spirit come, come Holy Spirit come. ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാന ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. എന്റെ ദൈവമക്കളെ, ഈ സമയം അനേകം കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തി ഇറങ്ങി വന്നു. പല പൈശാചിക പീഡകളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ പരിശുദ്ധാത്മ വിമോചിപ്പിച്ച സമയമാണത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ പല തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകം ഒഴുകപ്പെട്ടു. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിലുള്ള സാത്താന്യ ദുഃഖങ്ങളും ഭാരങ്ങളെല്ലാം പരിശുദ്ധാത്മ എടുത്തു മാറ്റി. അനേകർക്ക് പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്തു. വചനത്തിൽ വളരാൻ അഭിഷേകം കൊടുത്തു. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ദാഹം കൊടുത്തു. ഈ കഴിഞ്ഞ 3 ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ 2022 പുതുവർഷത്തിലേക്ക് ആവശ്യമായ പുതുപുത്തൻ കൃപകള് ആയിരങ്ങൾക്ക് പരിശുദ്ധാത്മ പകർന്നു തന്നു. അടുത്ത 3 ദിനങ്ങൾ നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് നിങ്ങൾ അനേകരോട് ഈ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞ് അനേകരെ കൂട്ടിക്കൊണ്ടുവന്ന് നമുക്കൊരു കൂട്ടമായ അഭിഷേകം കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ സമൂഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാപിച്ച് ധീരതയോടെ കർത്താവിന് ഈ ലോകത്തിൽ പ്രവാചക സാക്ഷ്യം നൽകാം. അതിനായി ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായ ജീവിച്ചിടുവാൻ ചിന്തടമേ ദിവ്യവരങ്ങൾ. അഭിഷേകം നൽകണമേ. ഇരട്ടി സമർപ്പണം നൽകണമേ. അധികമായ അഭിഷേകം, അധികമായ സമർപ്പണം ഞങ്ങൾക്ക് നൽകണമേ. എന്നിൽ ഒഴുകട്ടെ, എന്നിൽ കവിയട്ടെ, കൂടുതൽ സമർപ്പണമുള്ളവരെ വലിയൊരു അഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.